വീട്ടിൽ ഉമ്മയില്ലാത്തതിനെ കൊണ്ട് ഉമ്മ അനിയത്തി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമ്പേനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ അങ്ങ് പോരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം തന്നെ എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കവറിലും ബാക്കി കുറച്ച് ഡിക്കിലും കൂടി കുത്തി ചെല്ലിച്ചിട്ട് നമ്മൾ എന്താക്കാണ് കൊണ്ടു കൊടുക്കാൻ കേട്ടോ. കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് കുട്ടികളെ കാണുന്നത് കനാലിൻ്റെ സൈഡിൽ നിന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് മീനാണ് കിട്ടിയെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നെറ്റിയാ പൊട്ടാൻ കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു എന്നെ പൊട്ടാന്ന് വിളിച്ചിട്ട് എനിക്കുന്നു. ഓലോട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാണ് വണ്ടിയും കൊണ്ട് നേരെ പോവല്ലേ. പോകുന്ന സമയത്ത് ദിനു വിളിച്ചതിനെ കൊണ്ട് നമ്മൾ എന്താക്കാണ് നേരെ പയ്യോളിയുള്ള കടപ്പുറത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ഇവിടെ ആരൊക്കെ കൂടിയിരിക്കുന്നതെന്ന് അറിയോ? ദിനു ഉണ്ട്, സിലു ഉണ്ട്, അമ്മുണ്ട്. ഇവരെല്ലാവരും കൂടി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളമ്പക്കാന്നറ്റം പറയുന്ന എന്തോ ഒരു സാധനം ഇതിവിടുന്ന് കടലിൽ നിർത്തിയിട്ട് നല്ല അടിപൊളിയിൽ വൃത്തിയാക്കിയിട്ട് എന്താക്കാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി തന്നെ കേട്ടോ. ഞങ്ങളിങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം 3 പേരേ ഉള്ളൂ. പിന്നെ ഉണ്ട് നമ്മളെ സലാം കണ്ടുവരുന്ന ഒരു നോട്ടം നോക്കി 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 കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കടലെല്ലാം നോക്കി ഞങ്ങൾ ഇതാക്കുന്നത് നല്ല നോട്ടമൊക്കെ നോക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കവർ എടുത്ത് പോരിയെന്ന്. അങ്ങനെ അതൊക്കെ സലാംക്കും കൂടി വാരിയിടുന്ന സമയത്ത് ദിനുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സഹായിച്ചിട്ടോ. പിന്നെ ദിനു എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടയിൽ കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് മീനില്ല എന്നാട്ടോ. അങ്ങനെ മീനുള്ള വല എന്താക്കാണ് അതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആര് വരുന്നത് നമ്മളെ നാസർക്കൊക്കെ വന്ന് നാസർക്കൻ ടീമൊക്കെ വന്നതിന് ശേഷം ഭയങ്കര സ്പീഡായിട്ടോ. അങ്ങനെ ഞങ്ങൾ 6 ആൾക്കാരൊക്കെ ആയി. അന്നേരം തന്നെ ദിനു പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മീനിൻ്റെ മുട്ടയാണ്. അത് എടുത്തിട്ട് ഇവിടുന്ന് ഡയലോഗ് പൊട്ടിക്കുന്ന അമ്മൂനെ കൂടി കണ്ടിട്ടോ. അങ്ങനെയെല്ലാം കൂടി നമ്മൾ എന്താക്കണം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ടോ. അത്രയും ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകണം. നമ്മൾ കടലിൽ നിന്ന് നന്ദിയൊക്കെ പറയുന്നുണ്ട് ആര് അമ്മു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.